ഇന്നത്തെ റെസിപ്പി കൂന്തൽ അല്ലെങ്കിൽ കണവനെ കൊണ്ട് നല്ല അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടി കൂന്തൽ ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു വെള്ളം പോകാൻ വേണ്ടി ഒരു കൊട്ടയിലിട്ട് വെക്കുക. അപ്പം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അതൊക്കെ പോവട്ടെ. ഇനി ഒരു ഇഞ്ചി, ഇത്ര വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ട് അല്ലി മാറ്റിയെടുത്തതാണ് അത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുക. നമ്മൾ കൂന്തൽ വൃത്തിയാക്കി വെച്ച കൂന്തൽ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കുന്നത് ഒന്നെങ്കിൽ കൂന്തൽ പെട്ടെന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള, 15 ചുവന്നുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളക്ക് പകരം ഫുള്ളായിട്ട് ചുവന്നുള്ളി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കുക, അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ സവാള രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തു എന്ന് മാത്രം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണിന് പകരം 3/4 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ മതി. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 7 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. 7 വിസിൽ എന്ന് പറയല്ല, അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം. അപ്പം അത് കുക്കായോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ഞാൻ കുക്കാക്കി എടുത്തിട്ടുണ്ട്, നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, നമ്മൾ കൂന്തലിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. ഇനി ഈ സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലയും കറിവേപ്പിലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. ഇതൊരു നാടൻ ഡിഷാണ്, അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുക, അതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളമില്ലാതെയാണ് നമ്മൾ വേവിച്ചത്, എന്നിട്ടും അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡ്രൈ റോസ്റ്റായി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യുക. ഒന്നുകൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നല്ല കട്ടിയുള്ള ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. ചട്ടിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. പിന്നെ അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു കുരുമുളകിൻ്റെ പൊടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് വിളമ്പാം. അപ്പോൾ കണ്ടില്ലേ, ഇതാ നന്നായിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റായിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാം. ഫോട്ടോസ് അയക്കാനുള്ള മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഉടനെ ടെസ്റ്റിമോണിയൽ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.